ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വണ്ടി പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് കുട്ടപ്പനാക്കാൻ പോവുകയാണ്. ഏകദേശം നല്ല പഴക്കമുണ്ട് ഈ വണ്ടിക്ക്. 10-12 വർഷത്തെ പഴക്കം തന്നെയുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊക്കെ നരച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ പൊടിയൊക്കെ ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിലൊക്കെ നല്ല പൊടിയുണ്ടായിരുന്നു, അതൊക്കെ തുടച്ച് ക്ലീനാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഞാനിന്ന് പെയിൻ്റ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ പെയിൻ്റ് അടിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കണം. കാരണം മറ്റുള്ള ഏരിയയിൽ ആ പെയിൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത്. വണ്ടിയുടെ എല്ലാ ഭാഗത്തായിട്ടും ഏകദേശം മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. മീറ്റർ ബോക്സിലൊക്കെ ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. കാരണം അതിലൊക്കെ പെയിൻ്റ് ആയാൽ ആകെ അലമ്പാവും. ബ്ലാക്ക് കളറാണ് അടിക്കുന്നത്. ഈ ഹാൻഡിൽ ഭാഗത്തും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിലൊക്കെ ആയിട്ടാണ് ബ്ലാക്ക് പെയിൻ്റ് ഇന്ന് അടിക്കാൻ പോകുന്നത്. എന്തായാലും നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കൊണ്ട് തുടച്ചതൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ എൻഫോഴ്സ് എന്ന ഈ ഒരു പ്രൈമർ ആദ്യം നമുക്ക് വണ്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം ആ അടിക്കുന്ന പെയിൻറ്റിന് നല്ലൊരു ലാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പെയിൻറ്റ് ഇളകിപ്പോകാനുള്ളൊരു സാധ്യതയും കൂടിയുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ അത് ഡ്രൈ ആയാൽ മാത്രമേ നമുക്ക് പെയിൻ്റ് അടിക്കാൻ പാടുള്ളതുള്ളൂ. നല്ലതുപോലെ ഇതിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഗൈസ്, ഈ ഒരു സ്പ്രേ പെയിൻ്റാണ് ഞങ്ങളിന്ന് അടിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊക്കെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. MRP ഒരു 200 രൂപയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ആ പ്രൈസൊന്നുമില്ല. 110 രൂപ മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്തൊക്കെയോ ബേക്കിലൊക്കെ എഴുതിയിട്ട് കാണുന്നുണ്ട്, അതൊക്കെ അവരുടെ കോഡാണ്. അപ്പോൾ നോക്കാം എത്രമാത്രം സെറ്റായി കിട്ടുമെന്ന്. ഈ പെയിൻറ്റ് ഞാനിതുവരെ അടിച്ചിട്ടില്ല. ഈ പെയിൻറ്റ് ഷെയ്ക്ക് ചെയ്തിട്ട് അടിക്കേണ്ട ഒരു പെയിൻ്റാണ്. നോക്കാം, എന്തായാലും അടിച്ച് നോക്കാം. എന്തായാലും ടോപ്പൊക്കെ അയച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഫ്ലോറിലാണ് നമ്മൾ അടിക്കുന്നത്. കാരണം നമുക്ക് ടെസ്റ്റ് ചെയ്യാനും കൂടി നല്ലൊരു ഏരിയ തന്നെയാണ് ഫ്ലോറ്. അപ്പം വേറെ എന്തെങ്കിലും പണി കിട്ടുന്നുണ്ടോ എന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനു വേണ്ടിയാണ് ഫ്ലോറ് സെലക്ട് ചെയ്തത്. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നല്ലതുപോലെ തന്നെ സെറ്റായിട്ടുണ്ട്.
അപ്പം ഗൈസ്, എന്തായാലും നമ്മുടെ പെയിൻ്റ് അടിയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിന്ന് അടിച്ചിരിക്കുന്നത് നോർമൽ പെയിൻ്റാണ്. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഗ്ലൈസിങ്ങും കാര്യമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടി ഒരു ക്ലീനറും കൂടി വാങ്ങി അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങളിതുവരെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഓൾ.